ഈ വിഗ്രഹാരാധന പാപമാണെന്നൊക്കെ നമ്മൾ പറയുമ്പം ഒരച്ഛൻ ഇന്നാൾ പറഞ്ഞു കൊടുക്കുക, നീ മോശയോട് മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞ ആരാ? ദൈവം പറഞ്ഞിട്ടാ ഉണ്ടാക്കിയത്. ഇപ്പം നമ്മുടെ പള്ളിയിലൊക്കെ ഇരിക്കുന്നത് ദൈവം പറഞ്ഞിട്ടുണ്ടാക്കിയാന്ന് നിങ്ങളൊക്കെ പറഞ്ഞേക്കണമെന്ന് പെന്തിക്കോസുകാരോട്. അപ്പോൾ ഈ വിശ്വാസി കുഞ്ഞാടുകൾക്ക് ഭയങ്കര സന്തോഷം. അവരോടനെ ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞു. നല്ലതാ. മോശയോട് ആര് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയേ? ദൈവം പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയേ. പക്ഷെ ഉണ്ടാക്കിയത് മാത്രം പഠിപ്പിച്ചാൽ പോരല്ലോ. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കൂടെ എന്ത് ചെയ്യണം? അത് പഠിപ്പിക്കില്ല. അത് പഠിപ്പിച്ചാൽ മൊത്തം പാളും. എന്നെ ആനക്കൊന്നുമില്ല. എന്നാ പഠിക്കാം. വായിരച്ച ന്യായാധിപന്മാരുടെ പുസ്തകം 18 വായിര്. രാജാക്കന്മാർ 2 രാജാക്കന്മാർ 18 വായിര്. ഇസ്രായേൽ രാജാവായ ഏലിയുടെ മകനായ ഹോശയുടെ 3-ാം ആണ്ടിൽ യഹൂദ രാജാവായ ആഹാസിന്റെ മകൻ ഹിസ്കിയാവ് രാജാവായി. കേട്ടോ, അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ ഭരിക്കാൻ കയറിയപ്പോ എത്ര വയസ്സ്? 25 വയസ്സായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ഭരിക്കാൻ കയറിയപ്പോ എത്ര വയസ്സ്? 25. അടുത്തത്, അവൻ യെരുശലേമിൽ 29 സംവത്സരം വാണു. 25-ാം വയസ്സിൽ ഭരിക്കാൻ കയറിയവൻ എത്ര വർഷം ഭരിച്ചു? 29. 29 വർഷം ഭരിച്ചു. അടുത്തത്, അവന്റെ അമ്മയ്ക്ക് അബി എന്ന് പേർ. നല്ല പേരല്ലേ, മോശമൊന്നുമില്ല. അബി. അവൾ സെഖരിയാവിന്റെ മകളായിരുന്നു. ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അവൻ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു. ആര്? ഹിസ്കിയാവ്. അവൻ പൂജാഗിരികളെ നീക്കി. വിഗ്രഹസ്തംഭങ്ങളെ തകർത്തു. അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു. മോശ ഉണ്ടാക്കിയ താമര സർപ്പത്തെ ഉടച്ചു കളഞ്ഞു. ആ കാലം വരെ കേട്ടോ, യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്ത ആൾ ആര്? ഹിസ്കിയാവ്. എന്തുവാ പ്രസാദമുള്ളത്? പൂജാഗിരികളെ തകർത്തു, വിഗ്രഹസ്തംഭങ്ങളെ ഉടച്ചു, അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു. മോശ ഉണ്ടാക്കിയ താമര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. അപ്പൊ ഉണ്ടാക്കിയത് മാത്രമേ പഠിപ്പിച്ചുള്ളൂ, ഉടച്ചത് എന്ത് ചെയ്തില്ല. ഇനി ഉടയ്ക്കാനുള്ള കാരണം എന്താ? വായര്. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. അതിന് നെഹുഷ്ടാൻ എന്ന് പേരായിരുന്നു. നിൽക്കട്ടെ, മോശയോട് തമ്പുരാൻ ഉണ്ടാക്കടാന്ന് പറഞ്ഞു, ഉണ്ടാക്കി. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് ചാകുന്നവൻ ഉയർത്തപ്പെട്ട താമ്രസർപ്പത്തിലേക്ക് നോക്കിയാൽ മരണം മാറും, ജീവനിലേക്ക് വരുമെന്ന് പറഞ്ഞു. സംഗതി നടന്നു. മോശം വിട്ടു, ദൈവവും വിട്ടു. ആര് വിട്ടില്ല? ഇസ്രായേൽ വിട്ടില്ല. എടുത്തോണ്ട് പോയി കണ്ണാട്ടിക്കൂട്ടി വെച്ച് അതിനൊരു പേര് വിട്ടു, നെഹുഷ്ടാൻ. എന്നിട്ട് അതിന്റെ മുമ്പിൽ എന്താ ആട്ടാൻ തുടങ്ങി? ഈ ആട്ടലാന്നല്ലോ. ആട്ടിക്കൊണ്ട് നിന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു ഉടക്കിടാന്ന്. വിട്ട് കിട്ടിയോ? അതുകൊണ്ട് ഉണ്ടാക്കിയത് മാത്രം പഠിച്ചാൽ പോരാ, ഉടച്ചതും കൂടെ. ഇതൊന്നും പഠിപ്പിക്കത്തില്ല. ഞാനതാ പറഞ്ഞ, പുസ്തകം വായിച്ചാൽ മതി കണ്ണു തുറക്കാൻ. സ്തോത്രം. അപ്പൊ പാപം അകത്ത് കയറിയപ്പോൾ എന്ത് സംഭവിച്ചു? ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട്, റോമയിലേക്ക് തിരിച്ചു വരാം, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. എന്നിട്ട് അവരെന്താ ചെയ്തെന്ന് കേൾക്കണ്ടേ? റോമാലേഖനം 1:21, 22, 23 വരാം, തിരിച്ചു വരാം. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. സഹോദരിമാരെ, ഈ പാപം അകത്ത് കയറിയപ്പം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വമല്ല ഇവർ പങ്കുവെച്ചു. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിന് കൊടുക്കേണ്ട മഹത്വവും പുകഴ്ചയും ബഹുമാനവും ഒക്കെ ഇവര് പങ്കുവെച്ചു. ആർക്കൊക്കെ പങ്കുവെച്ചെന്നാ എഴുതിയേക്കുന്നത്? മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടിക്ക് പങ്കുവെച്ചു. മനുഷ്യൻ ആർക്ക് മഹത്വം കൊടുക്കാൻ തുടങ്ങി? ഒന്നാമത്തെ കാറ്റഗറി ആരാ? മനുഷ്യൻ. അപ്പൊ മനുഷ്യൻ ആർക്ക് മഹത്വം കൊടുക്കാൻ തുടങ്ങി? മനുഷ്യന് തന്നെ മഹത്വം കൊടുക്കാൻ തുടങ്ങി. അപ്പോഴിവിടെ ആരുണ്ടായി? ആൾ ദൈവങ്ങൾ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വമൊക്കെ ആർക്ക് കൊടുക്കുക? മൂക്കി ശ്വാസമുള്ള മനുഷ്യന് പങ്കുവെച്ചു. അപ്പൊ ഇവിടെ ആൾ ദൈവം. ഇപ്പൊ കേരളത്തിൽ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേല. ഓരോ ആഴ്ച ഓരോ പഞ്ചായത്തിൽ നിന്ന് ഓരോന്ന് വരുവാ. ഇപ്പം ചില മാസങ്ങൾക്ക് മുമ്പ് ഞാനും പത്രത്തിൽ വായിച്ചു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവത്തിന് പനിയാ, പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ടും മനസ്സിലാക്കാത്ത മണ്ടം മലയാളി ഉണ്ടല്ലോ. മണ്ടം മലയാളി എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ സാക്ഷര കേരളം എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പെണ്ണുമ്പിള്ള പറഞ്ഞു, പിന്നെ ഒരു എവിടെയാണ്ട് പോയിട്ടൊരു പത്രം കിട്ടിയെന്ന്. ആ പത്രം കൊച്ചിന് തലവേദന, തലകറക്ക, സ്കൂളിൽ തലകറങ്ങി വീഴുന്നതിന് ഈ പത്രം ചമ്മന്തി അരച്ചു കൊടുത്തെന്ന്. ഈ പേപ്പർ കൊച്ചിന് ചമ്മന്തി അരച്ചു കൊടുത്തപ്പം കൊച്ചിൻ്റെ തലകറക്കം മാറിയെന്ന്. ഇവരെ എങ്ങാണ്ട് വല്ല നോർത്ത് ഇന്ത്യയിലെ ഉൾഗ്രാമത്തിലെങ്ങാണ്ട് കൊണ്ടിടണ്ടേ.
സാക്ഷര കേരളത്തിലാ കൊച്ചിന് പത്രം അരച്ചു കൊടുത്തു ചമ്മന്തി. മനസ്സിലാകുന്നുണ്ടോ? എന്തൊക്കെ ആൾ ദൈവങ്ങൾ പെരുകി. അടുത്തത് വാച്ചാ പറഞ്ഞ മനുഷ്യൻ, പിന്നെ പക്ഷി, പിന്നെ നാൽക്കാലി, പിന്നെ ഇഴജാതി. ഈ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനികള് ഈ പറഞ്ഞ നാലിനെയും കൂടെ ഒരു കണ്ണാടി കൂട്ടിലാക്കിയിട്ട് ജംഗ്ഷനിൽ വെച്ച് മഹത്വം കൊടുക്കുക. നിങ്ങൾക്കറിയോ? നാൽക്കാലി, മേലെ ഇരുകാലി, കീഴെ ഇഴജാതി, ഇഴജാതിക്ക് 2 ചിറകും. മനസ്സിലായില്ല? ഇവിടെ വർഗീസണ്ണൻ ശരിയല്ലേ? ശരിയാന്നോ? സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവെച്ചു. ഈ മനുഷ്യന്മാരെ അറിയുന്നില്ല. കാരണം ഇരുട്ട് വാഴുക, പാപം അവരെ കൺട്രോൾ ചെയ്യുക. സൃഷ്ടിച്ച ദൈവം കർത്താവ് പറയുക, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും വിട്ടുകൊടുക്കുകയില്ല, എൻ്റെ സ്തുതി, എൻ്റെ പുകഴ്ച മറ്റൊന്നിനും കൊടുക്കുകയില്ല. പക്ഷെ മനുഷ്യന്റെ തലച്ചോറ് തിരിച്ചറിയാതെ പാപം അകത്ത് കയറിയിട്ട് സൃഷ്ടാവിനെ മറന്നിട്ട് സൃഷ്ടിയുടെ പുറകെ. സ്തോത്രം. അങ്ങനെ പാപത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയ മനുഷ്യൻ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്തിട്ടും ഇവന് മോക്ഷം കിട്ടുന്നില്ല. സ്തോത്രം. ഇവൻ മോക്ഷം തേടി അലഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ മൊബൈലിൽ കിട്ടിയ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ അന്തിച്ചിരുന്നു പോയി. കാര്യം അതിരമ്പുഴ പള്ളിയിൽ ചാണക മെഴുകൽ നേർച്ച. നിങ്ങൾ വേണേ ഇത് യോഗം കഴിയുമ്പോൾ വന്ന് ഞാൻ കാണിച്ചു തരാം. പെണ്ണുങ്ങളെല്ലാം പോയി പള്ളിയുടെ വാതൊക്കെ ചാണകം എന്ത് ചെയ്യാൻ. ബൈബിള് കൃത്യമായി പറഞ്ഞു, ജാതികളുടെ വഴി നിങ്ങൾ പഠിക്കരുത്, അല്ലേ? പക്ഷെ ഇവര് ക്രിസ്ത്യാനി വർഗം ഇവിടെ ചെയ്യുന്ന മൊത്തം ആരുടെ ആചാരം അല്ലേ? പേര് മാറ്റി ചെയ്യുക. അമ്പലക്കാരന് പൂജാരി, പള്ളിക്ക് പുരോഹിതൻ, അല്ലേ? ശ്രീകോവില് സക്കറാരി, പൂണുനൂല് വെന്തിങ്ങ, രുദ്രാക്ഷം കൊന്ത, മുറജപം ജപമാല, പെരവോസ്താലി വീട് വെഞ്ചരിപ്പ്, മന്ത്രപടി അംശപടി, ശബരിമല പരിമല, അയ്യപ്പോ മുത്തപ്പോ, മാരിയമ്മ ചോറ്റാനിക്കരമ്മ, മേരിയമ്മ വല്ലാർപാടത്തമ്മ, ദേവന്മാര് പുണ്യാളന്മാര്, കുഞ്ഞയ്യപ്പൻ ഉണ്ണീശോ, ഓണം ക്രിസ്മസ്, മുത്തുക്കുട ചെണ്ടമേളം കുടമാറ്റം കറുപ്പ് കാവി നാടകം ബാല്, പോരാത്തന് ഇപ്പൊ റിമി ടോമിയുടെ ഗാനമേളയും പള്ളിക്കകത്ത്. ഇല്ലാത്ത വല്ലതും പറഞ്ഞോ? ഉള്ളതല്ലേ? അമ്പലക്കാരൻ നീളത്തിൽ സ്വർണ്ണ കളറി കൊടിമരം വെച്ചിരിക്കുന്ന കണ്ട് അവന് സഹിക്കുന്നില്ല. പള്ളിയിലും കൊണ്ടുവച്ചു നീളത്തിൽ സ്വർണ്ണ കളറി. മറ്റവന്റെ അറ്റത്ത് ഓമും ഇവന്റെ അറ്റത്ത് കുരിശും. പിന്നെ ഇപ്പൊ കൽവിളക്കും കയറി. കൽവിളക്കും കയറി. ഇപ്പൊ എന്തിനധികം പറയുന്നത്? എടത്തുവ പള്ളിയിൽ പൊങ്കാലയൂട്ടും, സകലവും നിവൃത്തിയായി. പൊങ്കാലയിട്ടില്ലേ? ഞാൻ താമസിക്കുന്ന കൊല്ലത്ത് കുണ്ട്ര നാന്തിരിക്കൽ സെൻട്രി ഇത്ത കത്തോലിക്ക പള്ളിയിലൂട്ടല്ലോ പൊങ്കാല. ഏത് ഉത്സവമായിട്ടാ വന്നത് നിങ്ങൾ പറ. എന്നിട്ടും ചങ്ക് കയറി സുവിശേഷം പറയുന്ന പെന്തിക്കോസുകാരെ കാണുമ്പോഴാ ഇച്ചി. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെയൊക്കെ ദൈവം നരകത്തില് കാടു വറുക്കുന്ന പോലെ ഇവനെയൊക്കെ നരകത്തിലെ തീക്കകത്തിട്ട് ദൈവം വറക്കും. കണ്ടോ? അപ്പൊ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാർശ്യം മാറ്റി കളഞ്ഞു. മോക്ഷം തേടി മനുഷ്യൻ അലയുക, മോക്ഷം തേടി സഞ്ചരിക്കുക, മോക്ഷം തേടി നേർച്ച കാഴ്ചകൾ, തീർത്ഥയാത്രകൾ, പുണ്യകർമ്മ ക്രിയാദികളെല്ലാം നടത്തി. മോക്ഷം കിട്ടിയില്ല. എന്തിനധികം പറയുന്നത്? മോക്ഷം തേടിയല്ലേ പത്തനംതിട്ട ഇലന്തൂരിൽ ഒരു പച്ച മനുഷ്യനെ വെട്ടി നുറുക്കി നരബലി കൊടുത്തില്ലേ? കിട്ടിയോ മോക്ഷം? ഇപ്പൊ അകത്ത് കിടന്ന് എല്ലാം കൂടെ ഉണ്ട തിന്നുക. ഇപ്പൊ ഉണ്ടയില്ല, ചപ്പാത്തിയാണ് തിന്നട്ടെ. ഇപ്പൊ മോക്ഷം കിട്ടിയില്ല. മോക്ഷത്തിനായി ആവുന്ന പണി 58 നോക്കി നിലവിളികൾ ഉയർന്നു, പ്രാർത്ഥന ഉയർന്നു, നേർച്ച കാഴ്ചകൾ ഉയർന്നു, നമസ്കാരങ്ങൾ ഉയർന്നു, കർമ്മക്രിയകളെല്ലാം ചെയ്തു മനുഷ്യൻ നിലവിളിച്ചു. ഈ പാപമെന്ന് പറയുന്ന ഇരുട്ടിന്റെ പടുകുഴിയിൽ നിന്നും മോക്ഷം തേടി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ച നിലവിളികൾ പ്രാർത്ഥനാ സൂക്തങ്ങളായി കുറിക്കപ്പെട്ടു. എഴുതി വെച്ചു, തമസോമാം ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കൂ ഭഗവൻ. ഖുർആന് സമീപമായി സ്നേഹിക്കുന്ന ഹദീസുകൾ, സ്വഹീഹായ ഹദീസുകളിൽ എഴുതപ്പെട്ടിരിക്കുക. ഇമാം മുസ്ലിം പറയുക, ദിവസത്തിൽ 100 പ്രാവശ്യമെങ്കിലും ഞാൻ പശ്ചാത്തപിച്ച് റബ്ബിങ്കലേക്ക് മടങ്ങുന്നു മോക്ഷത്തിനായി. പൗലോസ്ലീഹ പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിനടിമയായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? സകല വേദങ്ങളും പറഞ്ഞു ഒരു മോക്ഷം വേണം,
സകല മനുഷ്യന്റെയും നിലവിളിക്ക് മറുപടിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഫലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്ന് ലോകത്തോട് വിളംബരം ചെയ്തു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇനി ഇരുട്ടിന്റെ അകത്ത് സഞ്ചരിക്കത്തില്ല, പാപത്തിന്റെ അകത്ത് സഞ്ചരിക്കത്തില്ല, പിശാചിന്റെ അടിമത്തത്തിൽ സഞ്ചരിക്കത്തില്ല. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച, ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനാണ് ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രയത്തുകാരനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇടമൺ ദേശത്തോട് വിളംബരം ചെയ്യുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നടക്കാൻ, പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ, ഒരു നാണയത്തുട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ സൗജന്യമായി മോക്ഷം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഇക്ഷുതിയിലില്ല. ഹല്ലേലൂയ. ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി പോലും കത്തിക്കാതെ സൗജന്യമായി പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ ദൈവം ലോകത്തിൽ വെളിച്ചമായി ഇറങ്ങി വന്നു. ഇന്ന് രാത്രി ഈ പന്തലിന്റെ അകത്ത് ഇരുട്ടില്ലാത്തതിന്റെ കാരണം ഇതിന്റെ അകത്ത് ഈ വെളിച്ചം തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാ. എന്നാൽ ഈ വെളിച്ചം ഇവിടെ തെളിഞ്ഞാൽ അപ്പോഴിതിന്റെ അകത്ത് ഇരുട്ട് വ്യാപരിക്കും. അങ്ങനെങ്കിൽ ഇരുട്ടിനെ ഓടിക്കാൻ വെളിച്ചമാണ് വരേണ്ടതെങ്കിൽ മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കാൻ വെളിച്ചമായവൻ ലോകത്തിൽ അവതാരമെടുത്തു. അവൻ വെളിച്ചമായി ലോകത്തിൽ ഇറങ്ങി വന്നു. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് മാലാഖവൃന്ദം പാടിയ ആ രക്ഷകൻ ബത്ലഹേം എഫ്രാത്തയിൽ ജനിച്ചു. നീ ഒന്നുകൂടെ പറയാം. യേശുക്രിസ്തു ജനിക്കുന്നതിന് സുമാർ 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ യെശയ്യാവ് വിളിച്ചു പറയുകയാണ്, കന്യക ഗർഭിണിയായ ഒരു മകന്. എത്ര വർഷം മുമ്പാ? പണ്ഡിതന്മാരുടെ കണക്കനുസരിച്ച് 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പാ പ്രവാചകൻ യെശയ്യാവ് വിളിച്ചു പറയുക, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ഒരു 300 വർഷവും കൂടെ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത പ്രവാചകൻ കയറി വന്നു, മീഖ പ്രവാചകൻ വന്ന് വിളംബരം ചെയ്യുകയാണ്, ആ രക്ഷകൻ ബത്ലഹേം എഫ്രാത്തയിൽ ജനിക്കും. ഇന്ന് രാത്രി എന്റെ ഭാഷ ഞാൻ ഇങ്ങനെ പറയാം, ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വെച്ചിട്ട് ആ പ്രവചിച്ചതുപോലെ പ്രവചിച്ച സ്ഥലത്ത് ജനിച്ച ഒരുത്തൻ ഉലക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവല്ലാതെ ഉലകത്തിൽ ഒരു ഗുരുവരന്മാരും ഒരു പ്രവാചകന്മാരും ഒരു മഹോന്നത പദവിയിലിരിക്കുന്നവന് ഉലകത്തിൽ പിറന്നിട്ടില്ല. ഹല്ലേലൂയ. ലോകത്തിൽ ഒത്തിരി മഹാന്മാര് ജീവിച്ചിരുന്നു. അവരാരെങ്കിലും ജനിക്കുന്നതിന് 6 മാസം മുമ്പ് ഒരാൾ പറഞ്ഞോ? 6 മാസം കഴിയുമ്പോൾ ഇങ്ങനെ ഒരാൾ ഇവിടെ ജനിക്കുമെന്ന് പറഞ്ഞില്ല. എന്നാൽ വർഷങ്ങൾക്കപ്പുറത്ത് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും പ്രവചിച്ചു വെച്ചു. പ്രവചിച്ച പോലെ പ്രവചിച്ച സ്ഥലത്ത് ജനിച്ചു. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ഒരു മാതൃക ജീവിതം കാണിച്ചു തന്ന തുറന്ന പുസ്തകം. ഇപ്പോഴത്തെ പിള്ളേർ 18 കാത്തിരിക്കുക. അടുത്ത മാസം 18 തള്ളേ കാണിച്ചു തരാമെന്നാ പിള്ളേർ പറയുന്നത്. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി മാതൃകാ ജീവിതം നയിച്ച യേശുക്രിസ്തു 33 തിരുവയസ്സിൽ മാനവജാതിയെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന ശിക്ഷാവിധി സ്വന്തം ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു കാൽവരി മലയിലേക്ക് കയറി. ഇന്ന് രാത്രി നിങ്ങളുടെ പുറം കണ്ണടച്ചകക്കണ്ണ് തുറന്ന് ആ കാൽവരിയിലേക്ക് നോക്കിയാൽ ഒരു കാഴ്ച കാണാൻ കേട്ടോ. ആയിരങ്ങളിൽ 10,000-ങ്ങളിൽ സുന്ദരനായവൻ. ശൂനേങ്കാരത്തി പറഞ്ഞു, എന്റെ പ്രിയനാണവൻ, അവൻ വെണ്മയും ചുവപ്പുമുള്ളവനാണ്, അവൻ 10,000-ങ്ങളിൽ സുന്ദരനാണ്, അവൻ അതിശ്രേഷ്ഠനാണ്. നോ 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 നോ. മറുഭാഗത്ത് യെശയ്യാവ് പറഞ്ഞു, അല്ലല്ലല്ല,
അവനെ കണ്ടാൽ അവന് രൂപഗുണമില്ല, അവൻ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി തീർന്നു. അവനൊരു മാംസകഷ്ണം പോലെ കിടക്കുന്നു. ഇന്ന് രാത്രി ചോദിക്കാം ശൂന്യങ്കാരത്തിയെ, നീ പറഞ്ഞ ആ 10,000-ങ്ങളിൽ സുന്ദരനായവൻ എന്തുകൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിൽ ഇങ്ങനെയായെന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി പറ, എന്നെയും നിന്നെയും പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിപ്പാൻ സാക്ഷാൽ ദൈവമായ കർത്താവ് കാൽവരിയുടെ കൊലക്കളത്തിൽ എനിക്കും നിനക്കും പകരം യാഗമായി മാറി. ഓരോ ചാട്ടവാർ അടിക്കും പീസു പീസായി മാംസ കഷ്ണങ്ങൾ ഇളകി തെറിച്ചു. തലയ്ക്കകത്ത് മുൾക്കിരീടം അടിച്ചടിച്ചടിച്ചു കയറ്റി. എന്തിനധികം പറയുന്നു, ഈ മൂക്കിൽ ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ വായിലിരിക്കുന്ന തുപ്പൽ പ്രാണനാഥന്റെ മുഖത്തേക്ക് പതിച്ചു. ഇന്നേക്ക് 23 വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ ആ ക്രൂശ് മരണത്തെക്കുറിച്ച് ഒരു ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ ആമേൻ ഒരു വാചകം എടുത്തു പറഞ്ഞു. പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞു, അവൻ വായ തുറക്കാതിരുന്നു. ഇന്നേക്ക് 23 വർഷം മുമ്പ് ആ പ്രസംഗം കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് ഞാൻ ചോദിച്ചു, കർത്താവേ, കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാകുന്ന ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ വാക്കിൻ തുമ്പിൽ നിർത്തിയ മഹാദൈവമല്ലേ അങ്ങ്? ലാസറെ പുറത്തുവാ എന്ന ഒറ്റ വാചകം കൊണ്ട് മരിച്ചവനെ പുറത്തു കൊണ്ടുവന്ന ദൈവമല്ലേ അങ്ങ്? അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ ഈ റോമ സാമ്രാജ്യത്തെ മുഴുവൻ കത്തിച്ചു ചാമ്പലാക്കിയിട്ട് ഒരു സൂപ്പർ ഹീറോയെ പോലെ അങ്ങേക്ക് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയുമായിരുന്നിട്ടും അങ്ങ് എന്തുകൊണ്ട് വായ തുറക്കാതിരുന്നു എന്ന ചോദ്യത്തിന് ഇന്നേക്ക് 23 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് എനിക്ക് മറുപടി തന്നു. ഷമീറെ, അത് നിനക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി സഹോദരി, അത് നിനക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി സഹോദര, അത് നിനക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി ദേശമേ, അത് നിനക്ക് വേണ്ടിയാണ്. ഞാനും നീയും നരകത്തിന്റെ പടുകുഴിയിൽ പതിക്കാതിരിക്കാൻ എൻ്റെ യേശു എനിക്കും നിനക്കും പകരമായി ഏറ്റുവാങ്ങിയ പീഡനം. 6 മാസം സ്നേഹിച്ച പെണ്ണിനു വേണ്ടി ചെറുക്കൻ റെയിൽവേ ട്രാക്കിൽ ചാടുന്ന കാലത്ത്, 6 മാസം സ്നേഹിച്ച ചെറുക്കന് വേണ്ടി പെണ്ണ് കയറെ തൂങ്ങുന്ന കാലത്ത് ഇന്ന് രാത്രി ഒരു ചോദ്യം ചോദിക്കട്ടെ. അവസാനത്തെ തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് സ്വന്തം പ്രാണൻ പകരമായി നൽകി നിന്നെയും എന്നെയും സ്നേഹിച്ച കാൽവരിയിലെ പ്രേമത്തിന്റെ മുമ്പിൽ, കാൽവരിയിലെ സ്നേഹത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി നീ എന്ത് പകരം കൊടുക്കും? പറയാൻ കഴിയുമോ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിച്ചാൽ അത് ലാഭവുമാണെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും? അങ്ങനെയുള്ളവരെ കുറിച്ച് പറയും, അതെ, നീ കർത്താവിനെ സ്നേഹിക്കുന്നു. പത്രോസിനോട് ചോദിച്ചു, നീ വാസ്തവമായി എന്നെ? എല്ലാവർക്കും ഒരു കുരിശടി കണ്ട ചോദിച്ചു, അപ്പാ ഐ ലവ് യു. വാസ്തവമായി എന്നെ സ്നേഹിക്കുന്നോ? പിന്നെ എനിക്ക് എന്ത് ഇഷ്ടം, ഐ ലവ് യു. എന്നാലും നീ എന്നെ സ്നേഹിക്കുന്നു? ഇതെന്നാ പിന്നെയും ചോദിക്കുന്നേ? ചോദിക്കാൻ കാരണമുണ്ടേ. തിരുവെടുത്ത് പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പനകളെ അനുസരിക്കും. ഇതിനാൽ അവർ എന്നെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയാം. എന്നാൽ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. പ്രൈസ് ദി ലോർഡ്. വാഗൊണ്ട് ഐ ലവ് യു എന്ന് പറയുന്നതല്ല, കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറാണ്. പ്രാണനെ വിട്ട കർത്താവ് അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറക്കൽ അടക്കം ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, 3 ആണി കൊണ്ട് അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറ കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന യേശു അവസാനിച്ചിരുന്നെങ്കിൽ, 3 ആണി കൊണ്ട് അവസാനിച്ചൊരു യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല ഇടമണിൽ. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഒരു കൊയർ ടീം ഇല്ല. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി ഇവിടെ ഒരു കൺവെൻഷനും ഇല്ല. പിന്നെ എന്തുകൊണ്ട് പാടുന്നു, എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും പരിമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറ വാതിൽക്കൽ ചെന്ന് നിന്നല്ല, ഒരു കണ്ണാടിക്കൂടിന്റെ മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാരഖിലരും ഒരുപോൽ കല്ലറക്കകത്തൊടുങ്ങി ഒതുങ്ങിപ്പോയപ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു, ലോകത്തെ ജയിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ആ യേശുക്രിസ്തു ഇന്ന് രാത്രി 9:10 ജീവിക്കുന്നെന്ന് വിശ്വസിക്കുന്നവരെ അകത്തുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്ത്, കരങ്ങൾ ഉയർത്ത്, കരങ്ങൾ ഉയർത്ത്. എനിക്ക് എന്ത് സന്തോഷമെന്നറിയോ പാസ്റ്റർ? ഇവരെല്ലാം കൈപൊക്കിയിട്ട് പറയാ, ഇന്ന് രാത്രി 9:10 യേശു ജീവിക്കുന്നെന്ന്. സന്തോഷം ഉണ്ടാവാതിരിക്കുമോ?
ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് പല ക്രിസ്ത്യാനികളുടെയും വീട്ടിൽ യേശു ചത്തുകുത്തി ഭിത്തിയെ കയറി. ഇവര് വിശ്വസിക്കുന്നു യേശു ഇന്നും ജീവിക്കുന്നവരെ ഭിത്തിയെ കയറ്റാൻ സമ്മതിക്കുമോ? നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ മക്കൾ കെട്ടിയോൻ്റെ പടം എടുത്ത് ഭിത്തിയെ വെച്ച് മാലയിട്ട് വിളക്കം കത്തിച്ച് വെച്ച് നിങ്ങൾ പറയും ഇവിടെ എന്താ നേരത്തെ തോന്നാഞ്ഞ ഈ ബുദ്ധി? അങ്ങനെ ചോദിക്കുമോ? പറ. ചത്തട്ട് കയറ്റുമായിരിക്കും. എൻ്റെ യേശു ചത്തട്ടില്ല, എൻ്റെ യേശു ജീവിക്കുന്നു. ആമേൻ. ഏതെങ്കിലും മക്കൾ അങ്ങനെ ചെയ്താൽ ലോകത്തിലെ അപ്പൻ്റെ ചങ്ക് ഒരു നിമിഷം പെടയും. ഈ ലോകത്തിലെ അപ്പൻ്റെ ചങ്ക് പെടഞ്ഞെങ്കിൽ എനിക്കും നിനക്കും വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ആളത്വമായി നിന്ന് എനിക്കും നിനക്കും വേണ്ടി നല്ല അഡ്വക്കേറ്റായി മധ്യസ്ഥ വഹിക്കുന്ന ഒരു വർഷം കൂടെ നിൽക്കട്ടെ, വെട്ടിക്കളയണ്ട, നിൽക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെയും നിന്നെയും ഒരു വർഷത്തിലേക്കും കൂടെ കാലെടുത്ത് പ്രവേശിപ്പിക്കാൻ നല്ല അഡ്വക്കേറ്റായി ജീവിക്കുന്ന, കല്ലേറുകൊണ്ട് ചാകാൻ ഒരുങ്ങിയ സ്തേഫാനോസ് ആത്മനിറവിൽ ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നു. വലത്തുഭാഗത്തെ ഭിത്തിയേല് യേശുവിന്റെ പടം കണ്ടെന്നാണോ? ആണോ? അല്ല. സ്വർഗം തുറന്നിരിക്കുന്നു. വലത്തുഭാഗത്ത് മനുഷ്യപുത്രന് സദൃശനായവൻ ജീവനോടെ നിൽക്കുന്നതും കണ്ടു. യേശു ജീവിക്കുന്നു ദൈവമക്കളെ. പാസ്റ്ററെ ഞങ്ങള് അതുകൊണ്ടല്ല പടം വെച്ച്, പിന്നെ നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ ഒന്ന് കാണാൻ അല്ലേ, നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഇത് അങ്ങനെ ഒരു ഇത് വരാൻ വേണ്ടി വെച്ചേക്കുന്നതേ ഉള്ളൂ. നല്ലതാ, വെച്ചു വെക്കുമ്പോൾ ഇച്ചിരി മര്യാദ കാണിക്കണം. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ചിത്രം വെളിപ്പാടിലുണ്ട്. വരയ്ക്കാൻ കഴിവുള്ളവനെ വിളിച്ചിരുത്തിയിട്ട് പറയണം, വരയടാ. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോടിന് സദൃശ്യമുള്ള കാലുകളുള്ളവൻ, തീക്കട്ട പോലെ തിളങ്ങുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, സൂര്യനേക്കാൾ വെല്ലുന്ന തേജസ്സുള്ളവൻ, ആമേ രാജമുടി ധരിച്ചവൻ, തേജോമയനായവൻ. വരയ്ക്കടാ, വരച്ചു വെക്ക. അല്ല ചുമ്മാ ഒരുമാതിരി പണ്ടത്തെ സോഡാ കുപ്പിയുടെ കഴുത്ത് പോലെ കവിള് പൊട്ടി കണ്ണും കുഴിഞ്ഞ് ബാബു ആനണിയെ പോലെ മുടിയും നീട്ടി വളർത്തി വെച്ച് കർത്താവിനെ അപമാനിക്കരുത്. നിന്റെ പാഠം. ആമേൻ. യേശു ജീവിക്കുന്നു. ആ വേഗത്തിൽ നിർത്താം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്യും മുമ്പ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് ഒരു അന്ത്യ കൽപ്പന കൈമാറി. മർക്കോസിന്റെ സുവിശേഷം 16-15 ഞാൻ തന്നെ പറയാം. എടുക്കേണ്ട 1-2 ഭാഗം കൂടെ എടുത്ത് നമ്മൾ നിർത്താൻ പോവാ. 16-15 യേശു അവരോട് ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പി. കണ്ടോ? എന്തിനാണോ ഈ ഉപദേശിമാരൊക്കെ കവലകൾ തോർന്ന് നിന്ന് തൊണ്ട കീറുന്നേ? പ്രാണനെ തന്നവന്റെ കൽപ്പനയായതുകൊണ്ട്. സകല സൃഷ്ടിയോടും പോയി പറ ഈ സുവിശേഷം, ഈ പാപമോചന സന്ദേശം, ഈ രക്ഷാമാർഗം, ഈ അന്ത്യകൽപ്പന കൈമാറിയിട്ട് കർത്താവായ യേശുക്രിസ്തു ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത നിമിഷം ശിഷ്യന്മാർ കണ്ണുയർത്തി നിൽക്കുന്നു. കർത്താവ് ഒലിവുമലയിൽ നിന്ന് രൂപാന്തരപ്പെട്ട് കണ്ണിന് മറഞ്ഞു. അതാ സ്വർഗത്തിൽ നിന്ന് വെള്ളവസ്ത്രം ധരിച്ച 2 മാലാഖമാർ ദൂതന്മാർ ഇറങ്ങി വന്നു. തല ഉയർത്തി നിൽക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞ വാക്ക് പ്രവൃത്തി 1:11. വായിര്. അപ്പോസ്തല പ്രവൃത്തി 1:11. ഞാൻ ഓടിച്ചു കൊണ്ടുവരിക. 1:11 2:37 കുറിവാക്യം. അവിടെ എത്തുമ്പോൾ നിർത്താം. 1:11. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഇന്ന് രാത്രി ഇടമൺ ദേശത്തോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു. യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരും. യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരാൻ പോവുകയാ. ലോക സംഭവങ്ങളെല്ലാം കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചറിയിക്കുന്നു. യേശു വീണ്ടും മടങ്ങി വരും. ഇത് കേട്ട ശിഷ്യന്മാർ എന്താ ചെയ്തതെന്നും കൂടെ ഒന്ന് വായിക്കാൻ പോവാ. വായിച്ചേ. പിന്നെ അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവർക്ക് മനസ്സിലായെന്ന് നോക്കട്ടെ. അവർ ഒലിവുമല വിട്ട് എങ്ങോട്ട് വന്നു? യെരുശലേമിലേക്ക്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. യെരുശലേമിൽ വന്നിട്ട് അവരെന്തോ ചെയ്തു? അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. നിക്കട്ടെ ഇവര് പറയട്ടെ. യെരുശലേമിൽ വന്നിട്ട് ഇവരെന്ത് ചെയ്തു? മാളിക മുറിയിലോട്ട്. ഈ പെന്തിക്കോസുകാർ വല്ലതും കയ്യിൽ നിന്ന് ഇട്ട് പറയുന്നതാണോ എന്ന് അറിയാനായി ഈ ചോദിക്കുന്നത്.
മാളിക മുറി കയറി പോയവരുടെ പേര് വിവരം വായിച്ചോട്. ആരൊക്കെയാന്ന്? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. എല്ലാവരും കേട്ടോ? തർക്കം വല്ലതും ഉണ്ടോ? കേറിപ്പോരുടെ പേര് വിവരം. പത്രോസ് ലീഹയുണ്ട്, തോമാസ് ലീഹയുണ്ട്, യൂദാസ് ലീഹയുണ്ട്, യേശുവിന്റെ അമ്മയായ ഉണ്ടോ? കേറിപ്പോരുടെ പേര് വിവരം കേട്ടില്ലേ? പുസ്തകത്തിലുണ്ടോ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും ഒപ്പം ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അങ്ങനെയാണോ? പള്ളി കൂട്ടിയും കുറയ്ക്കൊന്നും ഇല്ലല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്തോ സംഭവിച്ചെന്ന് 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കും. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, ഒന്നുകൂടെ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, അവര് മര്യാദയ്ക്ക് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, പെന്തക്കോസ്ത് കാർ എന്നാണോ? അങ്ങനെ ഒരു കാറും ഇല്ല അമ്മച്ചി. പെന്തക്കോസ്ത് കാർ അല്ല, പിന്നെ ഡേ ഓഫ് പെന്തക്കോസ്, പന്തക്കുസ്ത പെരുന്നാൾ ദിനം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അതാരായി എല്ലാവരും ഒന്ന് ഇനി പറയണോ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോട് യേശുവിന്റെ അമ്മയായ മറിയോടും സഹോദരങ്ങളോടും. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന പതിഞ്ഞു. അടുത്ത വാക്ക്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരത്തെയാണല്ലോ നാട്ടുകാർ എന്ത് വിളിക്കുന്നത്? പെന്തക്കോസ്, പെന്തക്കോസ്. അങ്ങനാണെങ്കിൽ ഒന്നാമത്തെ പെന്തക്കോസുകാരി മറിയ ആണോ? ഒന്നാമത്തെ പെന്തക്കോസുകാരൻ പത്രോസ് ലീഹ ആണോ? ഒന്നാമത്തെ പെന്തിക്കോസുകാരൻ തോമാസ് ലീഹ ആണോ? ഇവരെല്ലാവരും കലവില പറഞ്ഞിട്ടല്ലേ ഇടമങ്കാര് പറയാൻ തുടങ്ങി. അതുകൊണ്ട് പെന്തിക്കോസുകാർക്ക് അമ്മയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നേരെ നിന്ന് പറയണം, നിങ്ങളുടെ പള്ളി ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന അന്യഭാഷ പറഞ്ഞത്. ആ പാരമ്പര്യമായത് മനസ്സിലായോ? പിന്നെ അമ്മ വേണ്ടെന്ന് നമ്മൾ ആരും അന്നും ഇന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് അമ്മയെ ആദരിക്കണം, ബഹുമാനിക്കണം. ആരാധനയ്ക്ക് അർഹൻ ദൈവം, മധ്യസ്ഥനായവൻ ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു. ഇതാ നമ്മൾ പണ്ടും പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു. നമ്മൾ പറഞ്ഞപ്പോൾ ഇച്ചിച്ചിയായിരുന്നു, ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി. വത്തിക്കാനിൽ നിന്ന് പറഞ്ഞു മറിയത്തെ മധ്യസ്ഥയും സഹരക്ഷകയും ഒന്നും ആക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളും ഇത് തന്നെയല്ലേ പണ്ട് തൊട്ടേ പറഞ്ഞത്. പണക്കൊന്നുമില്ലല്ലോ, പണങ്ങിയാലിപ്പോൾ തന്നെ. അപ്പൊ വായിച്ച് ആമേൻ, ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എല്ലാവരും ആത്മനിറവിൽ അന്യഭാഷ പറഞ്ഞു. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റ്. ആരാ? പത്രോസ് ലീഗ. പോപ്പ് ഒന്നാമത്തെ പോപ്പ് എന്നാ ക്രിസ്ത്യാനികൾ പറയുന്നത്. ആട്ടെ. ഈ പോപ്പ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഒറ്റ പ്രസംഗം. എന്ത് സംഭവിച്ചു? അതാണ് നമ്മുടെ കുറിവാക്യം 2:37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അപ്പൊ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസ് ലീഗയുടെ ഒറ്റ പ്രസംഗം കേട്ടവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഇവര് പറയട്ടെ, എന്തുകൊണ്ടു? നിങ്ങളുടെ ആരുടെയെങ്കിലും ബൈബിളിൽ ഇത് കേട്ടിട്ട് അവർ ഇക്കിളി കൊണ്ടു, അങ്ങനെ ഉണ്ടോ? പിന്നെ എന്തുവാ കൊണ്ടേ? കുത്തുകൊണ്ടു. അപ്പൊ ഒരു കാര്യം സമ്മതിച്ചോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ പ്രസംഗിച്ചാൽ കേൾക്കുന്നവർക്ക് എന്തു കൊള്ളും? ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം അകത്തോട്ട് തുളച്ചു കയറി ചങ്കത്തോട്ട് കുത്തി 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 കൊള്ളാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പൊ ആർക്കെങ്കിലും കുത്തു കൊണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പാസ്വേഡ് പറയരുത്. ഞങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരുത്തിയേച്ച് കൊല്ലത്തുനിന്ന് ഒരുത്തനെ കൊണ്ടുവന്ന് കുത്തിച്ചെന്നൊന്നും. കുത്തുകൊണ്ടവരെന്ത് ചെയ്തു? പ്രസംഗിച്ചവന്റെ കൊങ്ങാക്കി പിടിച്ചെന്നാണോ? പിന്നെന്തോ വായിച്ചോട്. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യണം? അവര് നിലവിളിക്കുക, ദൈവാസന്മാരെ നിങ്ങൾ ഓരോ വാക്കും അവിടെ പ്രസംഗിക്കുമ്പോൾ എന്റെ ചങ്കത്ത് കുത്തുകൊള്ളുകയായിരുന്നു. പറ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പറ. പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. എന്താ പറഞ്ഞേ? സ്നാനമേൽപ്പിൻ. നിങ്ങളുടെ അകത്ത് കയറിയ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം വേണമെങ്കിൽ ഒരു നാണയത്തൊട്ട് കൊടുക്കേണ്ട, 1 കിലോമീറ്റർ നടക്കേണ്ട, ഒരു മെഴുകുതിരി കത്തിക്കേണ്ട, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ. ഇത് തന്നല്ലേ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വരി ഞങ്ങൾ കൂട്ടിയോ? ഒരു വരി കുറച്ചോ? അന്ന് പോപ്പ് വിളിച്ച് പറഞ്ഞത് ഞങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. മാനസാന്തരപ്പെട്ട് എന്ത് ചെയ്യണം? സ്നാനമേൽപ്പീൻ. കണ്ടോ?
നാളെ തീർന്നു, പ്രസംഗം തീർന്നു. നാളെ ഒരച്ചായൻ വന്നിട്ട് പറഞ്ഞു, മാസ്റ്റർ നല്ല പ്രശ്നം, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങൾ കൊച്ചിനെ സ്നാനപ്പെട്ടതാ. അതെങ്ങനെ? അല്ല, കുഞ്ഞുപാവയായിരിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ എന്ത് ചെയ്യും? സ്നാനം കഴിപ്പിക്കും. അല്ല അപ്പം മാനസാന്തരോ? അത് പിന്നെ വളരുമ്പോൾ മതിയെന്നാ. അങ്ങനെ ആര് പറഞ്ഞു? അല്ല, അങ്ങനെ പുസ്തകത്തിൽ എങ്ങനെ മാനസാന്തരപ്പെട്ട് അപ്പോൾ തല തിരിച്ചാൽ എങ്ങനെ ശരിയാവും? നമ്മൾ ഡെയിലി കുളിക്കാറുണ്ടല്ലേ? ഉണ്ടോ? കുളിച്ചിട്ട് തല തോർത്താറുണ്ടോ? പിന്നെ കാലങ്ങളായി ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. നാളെ തൊട്ടൊരു ചേഞ്ച്. ആദ്യം തല തോർത്തിട്ട് പിന്നെ തല തിരിച്ചാൽ എന്നാ കുഴപ്പം? മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു കാര്യം തല തിരിച്ചാൽ പ്രശ്നമാണെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളി പുള്ളി മാറാത്ത ദൈവവചനം ആരും തലതിരിക്കാൻ നിൽക്കരുത്. മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണമെന്ന് പുസ്തകത്തിലുണ്ടെങ്കിൽ ആദ്യം നടക്കേണ്ട എന്താ അമ്മാമേ? മാനസാന്തരം. മാനസാന്തരം ഒന്ന് പേപ്പറിൽ എഴുതി കാണിച്ചാൽ മനസ്സിലാകാത്ത കൊച്ചിനെ എടുത്ത് ഒക്കത്ത് വെച്ച് നേക്ക് 2000 വർഷം ഭർത്താവായ യേശു ക്രിസ്തു നിന്റെ പാവത്തിന് വേണ്ടി വന്നെന്നും മരിച്ചു നടക്കപ്പെട്ടെന്നും നിന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്നും കുഞ്ഞേ നീ വിശ്വസിക്കുന്നോ? കുഞ്ഞ് അല്ലേ? കുഞ്ഞ് വാ തുറന്ന് പറയണം, യെസ് ഐ ബിലീവ് ദാറ്റ്, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുത്താം. പക്ഷെ അത് പറയാൻ കുഞ്ഞിന് അറിയില്ല. അപ്പോൾ ഇന്നാൾ വേറൊരു അച്ചായൻ പറഞ്ഞു, പാസ്റ്ററെ അത് ഈ പാസ്റ്റർ മുസ്ലിം എന്ന് വന്നുകൊണ്ട് അറിയാത്തതുകൊണ്ട്. എന്താ? അല്ല, കുഞ്ഞിന് പറയാൻ അറിയത്തില്ലെന്ന് ഞങ്ങൾക്കും അറിയാം. പിന്നെ അതിന് ഞങ്ങൾ പകരത്തിന് പറയാൻ ഒരാളെ അവിടെ നിർത്തും. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. പകരത്തിന് പറയും വേറൊരാൾ. വിവാഹ നിശ്ചയത്തിന് പള്ളിയിൽ പോയിട്ടുണ്ടോ? വേഗം പറ. ഉണ്ട്. ഇപ്പോൾ പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ ചോദിക്കാറുണ്ടോ? സൂസമ്മയെ, നിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെയും ശോശാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹ നിശ്ചയം കഴിപ്പാൻ നിനക്ക് സമ്മതമാണോ? ചോദിക്കാറുണ്ടോ? ഇല്ലേ? മനസമ്മതത്തിന് ചോദിക്കാറില്ലേ? പള്ളിയിൽ മനസമ്മതത്തിന് ചോദിക്കാറില്ലേ? ചോദിക്കും. അപ്പോൾ ഈ സൂസമ്മയുടെ അപ്പൻ, സ്വന്തം അപ്പൻ, ജനിപ്പിച്ചപ്പൻ പുറകെ നിന്നുകൊണ്ട് പറയാ, സമ്മതമാണ്. നടത്തുവോ ഇല്ലയോ പറ. അല്ല, എനിക്കറിയാത്തതുകൊണ്ടാണ്. നടത്തുവോ? എനിക്ക് ഒത്തിരി നല്ല അച്ഛന്മാരുമായിട്ട് കണക്ഷനുള്ള ആളാണ്. ഞാൻ ചോദിച്ചേച്ചാ ഇവിടെ പ്രസംഗിക്കുന്നത്. നടത്തുവോ? അവർ പറയും ഞങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല. വീണ്ടും പറയും, സൂസമ്മേ, നിന്റെ വലത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെയും ജോഷാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹ നിശ്ചയം കഴിപ്പാൻ നിനക്ക് സമ്മതമായിരിക്കുന്നുവോ? ഈ പെണ്ണിൻ്റെ അമ്മ, പ്രസവിച്ച അമ്മ പുറകെ സമ്മതമാച്ചോ, അവളാ കെട്ടണമെന്ന് പറഞ്ഞത്. അങ്ങോട്ട് നടത്തുവോ? പിന്നെ ആര് പറയണം? മണവാട്ടി ആരോ അവള് പറയണം. ഒന്ന് കാതു തുറന്ന് കേട്ടോ. ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പെറ്റ തള്ള പറഞ്ഞാൽ പോരെങ്കിൽ, ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ ജനിപ്പിച്ച അപ്പൻ പറഞ്ഞാൽ പോരെങ്കിൽ, കുഞ്ഞാടിന്റെ കാന്തയാകാൻ, യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വേളി കഴിപ്പാൻ വിവാഹ നിശ്ചയം എൻഗേജ്മെന്റ് ചെയ്തിരിക്കുന്നെന്ന് 2 കൊരിന്ത്യർ 11:2 പൗലോസ് പറയുമ്പോൾ, ആ മണവാട്ടി പദത്തിലേക്ക് പ്രവേശിപ്പാൻ പകരക്കാര് പറഞ്ഞാൽ ഒക്കത്തില്ല കുഞ്ഞേ. നീ വാ തുറന്ന് പറയണം, ഈ രക്ഷകനെ, ഈ യേശുക്രിസ്തുവിനെ എന്റെ രക്ഷിതാവ്, എന്റെ കർത്താവ്, എന്റെ മണവാളനുമായി എന്റെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ എനിക്ക് സമ്മതമാണ്. അവനാണ് എന്റെ രക്ഷകൻ. മനസ്സിലായോ? സ്തോത്രം. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. പിന്നെ ചില ആളുകൾ വേറൊരു കാര്യം പറയും, പാസ്റ്ററെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഞങ്ങളിപ്പം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട്, കലവില അതൊന്നും പറഞ്ഞില്ലേലും ഇന്നുവരെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിനൊക്കെ യേശു അപ്പച്ചൻ ഞങ്ങൾക്ക് മറുപടി തരുന്നുണ്ട്. ഒരു വീട് ചോദിച്ചു, നല്ല വീട് തന്നു. ഒരു കുടുംബം ചോദിച്ചു, നല്ല കുടുംബം തന്നു. 2 സെന്റ് വീട് ചോദിച്ചു, 1 ഏക്കർ റബ്ബർ തന്നു. 2 മക്കളെ ചോദിച്ചു, 5 മക്കളെ തന്നു. ഇതെല്ലാം ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പാസ്റ്ററെ, കൃപയാൽ തന്നതാ. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് എനിക്കൊരു കൃപയും കൂടെ ഉണ്ട്. എന്തുവാ? ദൈവം എല്ലാം എന്നെ കാണിക്കും. എല്ലാം എന്നെ എന്ന് പറഞ്ഞാൽ ദർശനം. ഞാൻ എല്ലാം ഞങ്ങളുടെ അയലത്തൊരു പെണ്ണ് ചാകാൻ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ കണ്ടല്ലോ, എല്ലാം കാണും. അതുകൊണ്ട് നീ സ്വർഗത്തിൽ പോകുന്നു. ഒരാളെ പരിചയപ്പെടുത്താം. അപ്പോസ്തല പ്രവൃത്തി 10:1. അതും കൂടെ വായിച്ച് പുസ്തകം അടയ്ക്കാം.
ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ, ശ്രദ്ധിച്ചോ, കൈസര്യയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. ഒരു പട്ടാളക്കാരൻ അധികാരി ഉണ്ടായിരുന്നു. അയാളെ കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതി വെച്ച 4 ഗുണങ്ങൾ. ഭക്തനും, ഭക്തൻ, തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി. 2 ദൈവഭയമുള്ളവൻ. 3 ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു. നല്ല പുണ്യപ്രവൃത്തി. കൺവെൻഷൻ ഉണ്ടെന്നറിഞ്ഞാൽ കസേര എന്റെ വകയാന്നാ പുള്ളി. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. 4ാമത്തെ ക്വാളിറ്റി നമുക്ക് പോലും ഇല്ലാത്തതാ. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. 4 ഗുണം ആര് പറഞ്ഞതാ? പാസ്റ്റർ പറഞ്ഞാണോ? സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് കുറിപ്പിച്ചതാ 4 ക്വാളിറ്റി. അവൻ അടുത്ത വാക്ക്, അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. അപ്പൊ 5ാമത്തെ ക്വാളിറ്റി എന്ത് കിട്ടി? ദർശനം. ദൂതൻ വരുന്നത് കണ്ടു. കണ്ടോ? ദൂതൻ വന്നിട്ട് എന്താ? കൊർന്നല്യോസ് എന്ന് തന്നോട് പറയുന്നതും കേട്ടു. കൊർന്നല്യോസ് എന്ന് വിളിക്കുന്ന കേട്ടു. അവനെ ഉറ്റുനോക്കി ഭയപരസ്ഥനായി എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. എന്താ കർത്താവേ എന്ന് ചോദിച്ചു. ദൂതൻ അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും, നിന്റെ ആ പ്രാർത്ഥനയും നിന്റെ പുണ്യപ്രവർത്തികളൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ദൈവം എവിടാ വസിക്കുന്നത്? ദൈവം എവിടാ വസിക്കുന്നത്? സ്വർഗത്തിൽ. ഇവന്റെ പ്രാർത്ഥന, ഇവന്റെ പുണ്യപ്രവൃത്തി എവിടെ എത്തിയെന്ന്? ദൈവത്തിന്റെ മുമ്പിൽ, അഥവാ സ്വർഗത്തിൽ എത്തിയിരിക്കും. കണ്ടോ? നമ്മളൊക്കെ പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥനയൊക്കെ അന്തരീക്ഷ മണ്ഡലത്തിൽ ദുഷ്ടനായവൻ തടഞ്ഞു വെച്ച് നമ്മൾ പിന്നെ TV കാണുന്ന പ്രവാചകനെ വിളിച്ച് തട്ടി പൊട്ടിച്ച് എന്തൊക്കെ ഇടങ്ങേറാ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി. സ്തോത്രം. ഇവന്റെ പ്രാർത്ഥന ആരും തടഞ്ഞില്ല, സ്വർഗത്തിൽ എത്തി. മറുപടിയായിട്ട് ആര് വന്നു? ദൂതനും വന്നു. എന്നിട്ട് ഇനി എന്താ പറഞ്ഞെന്ന് നോക്കെ. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവനോടുകൂടെ പാർക്കുന്നു. നീക്കട്ടെ, ഇനി ഒന്ന് കേട്ടെ. ദൂതൻ വന്നിട്ട് പറഞ്ഞ മറുപടി, നിന്റെ പ്രാർത്ഥനയും നിന്റെ പുണ്യപ്രവൃത്തിയൊക്കെ എവിടെ എത്തി? സ്വർഗത്തിലെത്തി, ദൈവത്തിന്റെ മുമ്പിലെത്തി. സന്തോഷം. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം. നീ യോപ്പയിലേക്ക് ആളയച്ച് അവിടെ പത്രോസ് എന്ന പേരുള്ളൊരു ഉപദേശമുണ്ട്. പുള്ളിയെ നിന്റെ വീട്ടിലോട്ടൊന്ന് നിക്കട്ടെ. ആ രംഗം നമുക്കൊന്ന് ഭാവനയിലൊന്ന് കാണാം. ഉടനെ ഈ പട്ടാളക്കാരന് വേണേ ചോദിച്ചൂടെ? അല്ല, ഒരു മിനിറ്റ്, എന്തോ പറഞ്ഞേ? ഉപദേശം എൻ്റെ വീട്ടിൽ വിളിപ്പിക്കണോ? എൻ്റെ വീട്ടിൽ. ഞാൻ ഭക്തനല്ലേ? അല്ലേ? കുടുംബമായിട്ട് ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? ഉണ്ട്. പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നില്ലേ? ഉണ്ട്. എപ്പോഴും പ്രാർത്ഥിക്കുന്നില്ലേ? ഉണ്ട്. എനിക്ക് ദർശനം കാണാനുള്ള കൃപ കിട്ടിയില്ലേ? എൻ്റെ പ്രാർത്ഥന, എൻ്റെ പുണ്യപ്രവൃത്തി എല്ലാം സ്വർഗത്തിലെത്തിയില്ലേ? എത്തി. മറുപടിയായിട്ട് ദൂതനും വന്നില്ലേ? വന്നു. ഇനി ഞാനെന്തിനാ ഈ പണ്ടങ്ങാണ്ട് മീൻ പിടിച്ചോണ്ട് നടന്ന്, ഇപ്പോഴെങ്ങാണ്ടല്ലേ അങ്ങേര് ജുബൊക്കെ ആയിട്ട് ഉപദേശം പഠിക്കാറ്? പണ്ട് മീൻ പിടിച്ചോണ്ട് നടന്ന ആളല്ലേ ഈ പത്രോസ് ഒന്ന്. അങ്ങനെയൊക്കെ എൻ്റെ വീട്ടിൽ വിളിപ്പിക്കുന്നത് എന്തിനാ? മോശം. ചോദിച്ചൂടെ? ചോദിച്ചാൽ ദൂതന് പറയാനൊരു മറുപടി ഉണ്ട്. മോനെ കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ പുണ്യപ്രവൃത്തിയൊക്കെ എവിടെ എത്തി? സ്വർഗത്തിലെത്തി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നീ അവിടെ എത്തത്തില്ല. നീ അവിടെ എത്തണമെങ്കിൽ നീ ഉപദേശം വീട്ടിൽ വിളിപ്പിക്കണം. വീട്ടിൽ പോയി ആ അധ്യായം വായിച്ചോ? വിളിപ്പിച്ചു. വീട്ടിൽ വന്നിട്ട് പ്രസംഗിച്ചു. എന്ത് സംഭവിച്ചു? 44-ാം വാക്യം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. നിക്കട്ടെ, 5 ക്വാളിറ്റി അങ്ങേർക്കുണ്ട്, പക്ഷെ എന്തില്ല? അതപ്പോഴാ വന്നേ. സ്തോത്രം. താഴോട്ട് വായിക്കുമ്പോൾ അന്യഭാഷയിൽ സംസാരിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ഇവരെ സ്നാനപ്പെടുത്താതിരിക്കാൻ ഒക്കുമെന്ന് ചോദിച്ചിട്ട് അവരെ കുടുംബത്തിന് എന്ത് ചെയ്തു? സ്നാനം കഴിപ്പിച്ചു. അപ്പോൾ അവരെവിടത്തേക്കുള്ള യോഗ്യരായി മാറി? സ്വർഗത്തിലേക്ക്. അതുകൊണ്ട് അമ്മാമേ, അച്ചായ, ഒരു കാര്യം ഓർത്തോണം. ഇവിടെ ഉള്ള മറ്റാരേക്കാളും നന്മയുള്ളൊരു മനസ്സ് ചിലപ്പോൾ നിനക്ക് ദൈവം തന്നിട്ടുണ്ടാകും. ദൈവത്തെ ഭയപ്പെടുന്നൊരു മനുഷ്യനായിരിക്കും, ഭക്തിയുള്ളൊരു വ്യക്തിയായിരിക്കും, നന്മ പ്രവൃത്തി ചെയ്യാൻ മനസ്സുള്ള ആളായിരിക്കും, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളുമായിരിക്കും. അതുകൊണ്ട് തന്നെ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, ഇത്രയും നന്മയുള്ള നീ ഒരിക്കലും നരകത്തിൽ പോകരുത്. അതുകൊണ്ട് നീ സ്നാനപ്പെട്ടേ തീരൂ. മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണം. ഞാനൊരു വാക്ക് പറഞ്ഞ് നിർത്താം. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പിനെന്ന് പത്രോസിലേക്ക് പറഞ്ഞപ്പോൾ താഴോട്ട് വായിച്ചു, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേര് അവരോട് ചേർന്നു. മതി, പുസ്തകം അടച്ചേരെ. അന്ന് 3000-ഓളം പേര് അവരോട് ഒറ്റ പ്രസംഗം, ചങ്കത്ത് കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം.
പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ഒറ്റ പ്രസംഗം കേട്ട 3000 എണ്ണം രംഗത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അവിടെ തുടങ്ങിയതാ ദൈവസഭ. ആരെയും പിടിച്ചു വലിച്ചില്ല, ആരെയും നിർബന്ധിച്ചില്ല, മര്യാദയ്ക്ക് വാടാന്ന് പറഞ്ഞില്ല. കുത്തുകൊള്ളുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രസംഗം അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഹൃദയങ്ങളിൽ ദൈവാത്മാവ് പരിവർത്തിച്ചപ്പോൾ 3000 പേര് രംഗത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. ആമേൻ. താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ആ 2-ാം അധ്യായം അവസാനിക്കുന്ന ഒരു വാക്യമുണ്ട്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. മതി മതി മതി. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാ സഭ. ആകാശം മുട്ട പൊങ്ങി നിൽക്കുന്ന പള്ളിയെ നോക്കിയല്ല വിളിച്ചേ. മാനസാന്തരപ്പെട്ട കൂട്ടം, രക്ഷിക്കപ്പെട്ട കൂട്ടം, സ്നാനപ്പെട്ട കൂട്ടം, ആത്മനിറവ് പ്രാപിച്ച കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടം. അത് പുഴവക്കത്ത് കൂടിയാലും മരച്ചുവട്ടി കൂടിയാലും കെട്ടിടത്തെ കൂടിയാലും ചന്തമൈതാനത്ത് കൂടിയാലും ടെറസിന്റെ മേലെ കൂടിയാലും ആ കൂട്ടത്തെ നോക്കി വിളിച്ച പേരാ സഭ. അതിൻ്റെ അകത്ത് ഷമീറുണ്ട്, സിയാദുണ്ട്, സുരേഷുണ്ട്, രമേശുണ്ട്, തോമസുണ്ട്, ചാക്കോച്ചനുണ്ട്, മുഹമ്മദ് കുട്ടിയുണ്ട്. സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ വലിയൊരു കൂട്ടം. ആ കൂട്ടത്തെ ചെറുക്കുവാനാണ് എൻ്റെ കർത്താവ് വേഗത്തിൽ വെളിപ്പെടാൻ പോകുന്നത്. ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സമയത്തിൻ്റെ പരിധി വിട്ടതുകൊണ്ട് ഞാൻ പാടിക്കാനൊന്നും നിൽക്കുന്നില്ല. സ്തോത്രം. ഇത്രയും നിങ്ങൾ കേട്ടല്ലോ. ഒരു നിമിഷം നിൽക്കുന്ന നിപ്പിൽ ഇരുന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ലോകത്തിൻ്റെ വെളിച്ചമായവനെ അകത്തേക്ക് പ്രവേശിക്കാൻ ഹൃദയവാതിൽ ഇന്ന് രാത്രി തുറക്കപ്പെട്ടാൽ വെളിച്ചം അകത്തോട്ട് വരുമ്പോൾ ഇരുട്ട് താനേ പുറത്തു പോകും. നിന്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം യേശു ക്രിസ്തു ഏറ്റെടുക്കും. നിന്റെ ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് കർത്താവിന് കൈമാറിക്കൊണ്ട് ഇന്നലെ വരെ ജീവിച്ച ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നാളെ മുതൽ നിന്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ഈ യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ന് രാത്രി ദൈവത്തോട് പറ, കർത്താവേ, നാളെ എനിക്കൊരവസരം, നാളെ എൻ്റെ ആയുസ്സിനെ നീട്ടി തന്നാൽ എൻ്റെ പഴയ മനുഷ്യനെ വെള്ളത്തിൽ കുഴിച്ചിട്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ കർത്താവിന് വേണ്ടി സ്നാനമേറ്റൊരു പുതിയ സൃഷ്ടിയായി മാറുക. ഞാൻ ഇന്ന് രാത്രി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഈ ശബ്ദപരിധിയിൽ നിൽക്കുന്ന നിപ്പിൽ ആരൊക്കെ ഏറ്റു പറയുന്നുവോ, സഹോദരി സഹോദര, ഇന്ന് രാത്രി നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ ഇടയായിത്തീരും. ലോക സംഭവങ്ങളെല്ലാം കർത്താവിന്റെ മടങ്ങിവരവിനെ വിളിച്ചറിയിക്കുമ്പോൾ കാഹളനാദത്തിന്റെ ധ്വനി മുഴങ്ങുവാൻ ഏറ്റവും സമയമായി എന്നുള്ള ലക്ഷണങ്ങൾ അകത്തും പുറത്തും കണ്ടു തുടങ്ങി. അതുകൊണ്ട് വൈകാതെ വരുവാനുള്ളവൻ വരും. കൈവിടപ്പെട്ടു പോകരുത്. മറ്റൊരവസരം ഭൂമിയിലില്ല. അതുകൊണ്ട് ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സമർപ്പിക്കുമ്പോൾ നിയോഗിക്കപ്പെട്ടവർ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കും. സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.